യുദ്ധം അയഞ്ഞു നിൽക്കുന്ന ഇറാനിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിൽ നിന്നും പുറത്തുവരുന്നത് വ്യത്യസ്തമായ വാർത്തകളാണ്. ഫെബ്രുവരി 28 മുതൽ ആരംഭിച്ച ഇറാൻ US യുദ്ധത്തിൽ കുറഞ്ഞത് 20 മുതൽ 28 വരെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ഇറാൻ ആക്രമിച്ചെന്ന BBC റിപ്പോർട്ടാണ് ഇതിൽ പ്രധാനം. സൗദി അറേബ്യ, UAE, ഖത്തർ, കുവൈറ്റ്, ഇറാഖ്, ജോർദാൻ, ബഹ്റൈൻ, ഒമാൻ എന്നീ 8 ഗൾഫ് രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന പ്രധാന US സൈനിക താവളങ്ങളാണ് ഇറാന്റെ ആക്രമണത്തിൽ തകർന്നത്. അമേരിക്കൻ ഭരണകൂടം പരസ്യമായി സമ്മതിച്ചതിനേക്കാൾ ഗുരുതരമാണ് നാശനഷ്ടങ്ങളെന്ന് BBC വെരിഫൈ നടത്തിയ ഉപഗ്രഹ ചിത്രങ്ങളുടെ വിശകലന റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങൾ, റഡാറുകൾ എന്നിവ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ദശലക്ഷക്കണക്കിന് ഡോളറിന്റെ നാശനഷ്ടങ്ങളാണ് ഇതിലൂടെ സംഭവിച്ചത് എന്നാണ് പുതിയ റിപ്പോർട്ട്. UAE അൽ റുവൈസ്, അൽ സാദർ ബേസുകളിലും ജോർദാനിലെ മുവാഫാഖ്, സാൽത്തി ബേസിലുമായി 3 അത്യാധുനിക ആന്റി ബാലിസ്റ്റിക് മിസൈൽ ബാറ്ററി സംവിധാനങ്ങൾ അഥവാ THAAD തകർന്നു. ഏകദേശം $1 ബില്യൺ വിലമതിക്കുന്ന ഈ ഓരോ സംവിധാനവും എളുപ്പത്തിൽ മാറ്റി സ്ഥാപിക്കാൻ കഴിയില്ല എന്ന് പ്രതിരോധ വിദഗ്ധർ വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ $700 മില്യൺ വിലയുള്ള E3 സെൻട്രി നിരീക്ഷണ വിമാനവും സൗദിയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസിൽ തകർക്കപ്പെട്ടതായാണ് വിവരം. F-15, F-35 യുദ്ധവിമാനങ്ങൾ, 24 MQ-9 റീപ്പർ ഡ്രോണുകൾ, A-10 അറ്റാക്ക് പ്ലെയിൻ എന്നിവ ഉൾപ്പെടെ ആകെ 42 വിമാനങ്ങൾ തകരുകയോ ഗുരുതരമായി കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ട്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരിയുടെ ഭാഗമായി ഇറാനിലെ 13,000 ലക്ഷ്യങ്ങളിൽ അമേരിക്കൻ സഖ്യം ആക്രമണം നടത്തിയെങ്കിലും ഇറാന്റെ പ്രത്യാക്രമണങ്ങൾ അമേരിക്കയ്ക്ക് വൻ നഷ്ടം ഉണ്ടാക്കുന്നതായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. യുദ്ധം പുരോഗമിക്കുന്നതിനനുസരിച്ച് ഇറാന്റെ യുദ്ധതന്ത്രങ്ങളിൽ കാര്യമായ മാറ്റം വന്നതായി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. തുടക്കത്തിൽ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ വലിയ തോതിലുള്ള മിസൈൽ വർഷമാണ് ഇറാൻ നടത്തിയിരുന്നത്. എന്നാൽ പിന്നീട് കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കുന്ന ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് തന്ത്രപ്രധാനമായ ലക്ഷ്യങ്ങളിലേക്ക് കൃത്യമായ ആക്രമണങ്ങൾ നടത്താൻ അവർക്ക് സാധിച്ചു. ഇറാന്റെ മിസൈൽ പ്രഹര പരിധിക്കുള്ളിൽ നിന്ന് വിമാനങ്ങൾ മാറ്റി പാർക്ക് ചെയ്യുന്നതിൽ അമേരിക്കൻ സൈന്യത്തിന് തുടക്കത്തിലുണ്ടായ അലംഭാവമാണ് ഇത്രയും വലിയ നാശനഷ്ടങ്ങൾക്ക് കാരണമായത് എന്നും വിലയിരുത്തലുകളുണ്ട്. അതേസമയം ഇറാന്റെ ആഭ്യന്തര ഭരണത്തിൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന വിദേശ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളെ ശരിവെക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇറാനിൽ നിന്ന് പുറത്തുവരുന്നത്. ഇറാൻ രാജ്യഭരണത്തിനകത്തെ ആഭ്യന്തര കലഹം മറനീക്കി പുറത്തു വരുന്നു എന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ ഇറാൻ പ്രസിഡന്റ് രാജിക്കൊരുങ്ങി എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇറാൻ സേനയായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്ന് ഇറാൻ പരമോന്നത നേതാവിന് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ രാജി സമർപ്പിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഇറാൻ അധികൃതർ വാർത്ത നിഷേധിച്ചിട്ടുണ്ട് എങ്കിലും പേര് വെളിപ്പെടുത്താൻ തയ്യാറാകാത്ത ഇറാനിയൻ വിദേശകാര്യ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇറാനിയൻ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമനേയി US ഇസ്രായേൽ സംയുക്ത ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ട ശേഷം ഇറാനിയൻ ഭരണത്തിൽ IRGC അമിതമായി കൈകടത്തുന്നുവെന്നും തീരുമാനങ്ങൾ എടുക്കുന്നത് പോലും IRGC ആണ് എന്നും നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇത് ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ വിദേശ മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ. സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് തന്റെ സർക്കാരിനെ ഒഴിവാക്കുന്നതും തീവ്ര നിലപാടുള്ള വിഭാഗത്തിന് ഭരണത്തിൽ അമിതമായ സ്വാധീനം കിട്ടുന്നതുമാണ് പ്രസിഡന്റിനെ പ്രകോപിപ്പിച്ചത് എന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ സംബന്ധിക്കുന്ന ഭരണപരമായ പല തീരുമാനങ്ങളും എടുക്കുന്നതിൽ നിന്ന് ഇറാനിയൻ പ്രസിഡന്റിനെ ഒഴിവാക്കുന്നുവെന്നും പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന് ആക്ഷേപമുണ്ട്. ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് വലിയ രീതിയിൽ നീരസവുമുണ്ട്. IRGC ഭരണത്തിൽ അമിതമായി ഇടപെടുന്നതിനാൽ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് തനിക്ക് ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെടാനും ഭരണപരമായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനും സാധിക്കുന്നില്ല എന്നും പെസഷ്കിയാൻ രാജിക്കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്നാണ് വിവരം. എത്ര വേഗത്തിൽ സാധിക്കുമോ അത്രയും വേഗം സ്ഥാനമൊഴിയാൻ അനുവദിക്കണമെന്നും പരമോന്നത നേതാവ് മുജ്തബ ഖമനേയ്ക്ക് അയച്ച രാജിക്കത്തിൽ പെസഷ്കിയാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ലണ്ടൻ ആസ്ഥാനമായ ഇറാൻ ഇന്റർനാഷണൽ എന്ന മാധ്യമമാണ് ഈ വാർത്ത പ്രസിദ്ധീകരിച്ചത്. അസംബന്ധം എന്നാണ് ഈ വാർത്തയോട് ഇറാൻ പ്രസിഡന്റിന്റെ ഓഫീസ് പ്രതികരിച്ചിരിക്കുന്നത്. അടിസ്ഥാനരഹിതമായ വാർത്തയാണ് എന്നും വിദേശ മാധ്യമങ്ങൾ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണ് എന്നും പ്രസിഡന്റിന്റെ ഓഫീസ് വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഇറാന്റെ നേതൃത്വത്തിൽ ഭിന്നത രൂക്ഷമാണ് എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഗൾഫ് രാജ്യങ്ങളോട് മാപ്പപേക്ഷിച്ചത് IRGCയെ അടക്കം ചൊടിപ്പിച്ചിരുന്നുവെന്നും റിപ്പോർട്ടുകൾ വന്നതാണ്.
IRGCയുടെ കടുത്ത എതിർപ്പിനെ തുടർന്ന് പിന്നീട് പ്രസിഡന്റ് ക്ഷമാപണം പിൻവലിച്ചതായും വാർത്തകൾ വന്നു. തീവ്ര നിലപാട് സ്വീകരിക്കുന്നവരും പ്രായോഗികവാദികളും തമ്മിലുള്ള ഭിന്നത മറന്നേക്ക് പുറത്തു വന്നു എന്നാണ് ഇതിനെ വിദേശ മാധ്യമങ്ങൾ വിലയിരുത്തിയത്. ഇറാനിലെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിനെയും സിവിലിയൻ എക്സിക്യൂട്ടീവിനെയും മറികടന്ന് IRGC കൂടുതൽ അധികാരം എടുക്കുന്നു എന്ന ആക്ഷേപം നേരത്തെയുണ്ട്. പരമോന്നത നേതാവിനോട് പോലും പ്രസിഡന്റിനെ മറികടന്ന് കർശനമായി പ്രതികരിക്കുന്നതും അമേരിക്കയുമായി യുദ്ധം നിലനിന്ന സമയത്ത് തിരിച്ചടിയും പ്രത്യാക്രമണവും പോലും സുപ്രീം ലീഡറെ മറികടന്ന് സ്വന്തമായി തീരുമാനിക്കുന്നു എന്നും ആക്ഷേപമുണ്ട്. IRGCയുടെ കമാൻഡർ ഇൻ ചീഫിനെ സുപ്രീം ലീഡർ നേരിട്ട് നിയമിക്കുകയും അദ്ദേഹത്തിന് മാത്രം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നതും എതിർപ്പിന് ഇടയാക്കിയിട്ടുണ്ട്. മാത്രമല്ല, പാർലമെന്റ് സീറ്റുകൾ, ക്യാബിനറ്റ് മന്ത്രാലയങ്ങൾ, പ്രവിശ്യ ഗവർണർഷിപ്പുകൾ, നയതന്ത്ര സ്ഥാനങ്ങൾ എന്നിവയുൾപ്പെടെ രാജ്യത്തുടനീളമുള്ള നിർണായക രാഷ്ട്രീയ സ്ഥാനങ്ങളിൽ IRGC വെറ്ററന്മാരാണ് അധികാരം സ്ഥാപിച്ചിരിക്കുന്നത് എന്നും IRGCയെ എതിർക്കുന്നവർ ആക്ഷേപിക്കുന്നുണ്ട്. IRGCയുടെ അമിതാധികാര പ്രയോഗത്തെ പലപ്പോഴും സ്റ്റേറ്റിനുള്ളിലെ മറ്റൊരു സ്റ്റേറ്റ് എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടത്തിന് പുറത്താണ് പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നതിനാൽ തനിക്ക് ഇനി സർക്കാരിനെ ഫലപ്രദമായി നയിക്കാൻ കഴിയില്ല എന്നാണ് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞിരിക്കുന്നത് എന്നാണ് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാനിലെ രാഷ്ട്രീയ സുരക്ഷാ കാര്യങ്ങളിൽ IRGC തങ്ങളുടെ പങ്ക് വികസിപ്പിച്ചതായും പ്രധാന തീരുമാനങ്ങളിൽ സർക്കാരിന്റെ സ്വാധീനം കുറച്ചതായും വിദേശ മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകളിൽ സൂചനയുണ്ട്. IRGCയിലെ തീവ്ര വിഭാഗങ്ങൾ രാജ്യത്തിന്റെ സുപ്രധാന കാര്യങ്ങളിൽ നിയന്ത്രണം നേടിയതായും മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥരെ നിർണായക ചർച്ചകളിൽ നിന്ന് ഒഴിവാക്കിയതായും പറയപ്പെടുന്നുണ്ട്. ഇതെല്ലാമാണ് രാജി എന്ന തീരുമാനത്തിലേക്ക് മസൂദ് പെസഷ്കിയാനെ എത്തിച്ചത് എന്നാണ് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇറാൻ ഉദ്യോഗസ്ഥരും സർക്കാർ മാധ്യമമായ തസ്നീം വാർത്താ ഏജൻസിയും ഈ വാർത്തകളെ നിഷേധിച്ചിട്ടുണ്ട്. നിലവിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള മാധ്യമ കളികളുടെ ഭാഗമാണ് ഇത്തരം റിപ്പോർട്ടുകൾ എന്നാണ് പ്രസിഡന്റിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷൻ വിഭാഗ മേധാവി മെഹദി തബ്തവായി പറഞ്ഞത്. പ്രസിഡന്റ് പെസഷ്കിയാൻ ഇപ്പോഴും തന്റെ ഔദ്യോഗിക ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നത് തുടരുന്നതായും ഇറാൻ ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. US-ഉം ഇസ്രായേലും സംയുക്തമായി ഇറാനിൽ നടത്തിവന്ന യുദ്ധം അവസാനിപ്പിച്ചുവെന്നും ഇല്ലെന്നും വാർത്തകൾ പ്രചരിക്കുന്നതിനിടെ ഇസ്രായേൽ ലെബനനിൽ കടുത്ത ആക്രമണങ്ങൾ തുടരുകയുമാണ്. ലെബനനിൽ സൈനിക നീക്കം വ്യാപിപ്പിക്കാൻ ബെഞ്ചമിൻ നെതന്യാഹു ആവശ്യപ്പെട്ടതായാണ് പുതിയ റിപ്പോർട്ടുകൾ. തെക്കൻ ലെബനനിലെ തന്ത്രപ്രധാനമായ ബ്യൂഫോർ കോട്ട പിടിച്ചെടുക്കുകയാണ് ഇസ്രായേൽ സേനയുടെ ലക്ഷ്യം. US-ഉമായുള്ള ചർച്ചകൾ പൂർത്തിയാവുകയും യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാർ അന്തിമമാകുകയും ചെയ്യുന്നതുവരെ പുറത്തുവരുന്ന വാർത്തകളെല്ലാം ഊഹാപോഹങ്ങളാണെന്ന് ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നതിനിടയിലാണ് ഇസ്രായേലിന്റെ പുതിയ സൈനിക നീക്കത്തെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തുവരുന്നത്. ദക്ഷിണ ലെബനനിൽ പുലർച്ചെയുണ്ടായ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ 3 സ്ത്രീകൾ ഉൾപ്പെടെ 8 പേരാണ് കൊല്ലപ്പെട്ടത്. ദക്ഷിണ ലെബനനിലെ അൽ അബ്ബാസിയ നഗരത്തിലും ടയർ തുറമുഖ നഗരത്തിലും ദക്ഷിണ ലെബനനിലെ ആശുപത്രിക്ക് സമീപവും ആക്രമണമുണ്ടായതായാണ് വിവരം. തെക്കൻ സിറിയയിലേക്കും ഇസ്രായേൽ സൈന്യം കടന്നുകയറ്റം നടത്തിയതായി സൂചനകളുണ്ട്. ഖനേത്ര, ദേറ പ്രവിശ്യകളിലേക്ക് കടന്നുകയറി താൽക്കാലിക ചെക്ക് പോയിന്റുകൾ സ്ഥാപിച്ചതായും റിപ്പോർട്ടുകളുണ്ട്.